കഴിഞ്ഞതോടെ അൻവറിന്റെ ഒരു കംബാക്കാണ് കാണാൻ കഴിയുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ഡെമോ കാണിക്കാൻ വന്നതിൽ പിന്നെ അൻവർ എത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ കരിവാരി തേക്കാനായിരുന്നു. അയ്യപ്പ സംഗമം നടത്തി സർക്കാർ കളിച്ച നാടകത്തിന് കാണികൾ ആരും ഉണ്ടായിരുന്നില്ല. കാലിക്കസേരകളുടെ ഫോട്ടോ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അതും AI-യുടെ തലയിൽ വെച്ച് കെട്ടി ഗോവിന്ദൻ മാഷ് തടി തപ്പിയിരുന്നു. പക്ഷേ കണക്കുകളൊന്നും ശരിയായില്ല. അയ്യപ്പ സംഗമത്തിന് എതിരെ എത്തുകയാണ് PV അൻവർ. ആഗോള അയ്യപ്പ സംഗമം നാടകമാണെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാവരും ആദരവോടെയാണ് കാണുന്നത് എന്നും മുഖ്യമന്ത്രിയുടെയും CPIM-ന്റെയും വിഷയത്തിലെ നിലപാട് 3 വർഷം മുൻപ് നമ്മൾ കണ്ടതാണെന്നും PV അൻവർ പറഞ്ഞിരുന്നു. സ്ത്രീ സാന്നിധ്യം ശബരിമലയിൽ ഉറപ്പാക്കാൻ വലിയ ശ്രമമാണ് അന്ന് ഈ സർക്കാർ നടത്തിയതെന്നും അയ്യപ്പനുമായി ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ആളുകളുടെ സംഗമമാണ് നടക്കുന്നതെന്നും അൻവർ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയും സർക്കാരും മോശം കാര്യമാണ് ചെയ്തത്. താൻ ഒരു വർഗീയവാദിയാണെന്ന് നെറ്റിപ്പട്ടം കെട്ടിയ ആളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയാണ് അവിടേക്ക് എത്തിച്ചത്. മോദിയേക്കാൾ വർഗീയത തുപ്പുന്ന യോഗിയെ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിച്ചത്. അത് എന്തിനു വേണ്ടിയാണ് എന്നീ ചോദ്യങ്ങൾ ചോദിച്ച അൻവർ എന്തിനാണ് യോഗിയെ മാത്രം ഇങ്ങോട്ട് ക്ഷണിച്ചതെന്നും വാളെടുത്തവൻ വാളാലെന്നും പിണറായി ഓർത്താൽ നന്നാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ അടച്ചാക്ഷേപിച്ച വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുവന്ന പിണറായിക്കിട്ടും കൊടുക്കുന്നുണ്ട്. ഒരു സമുദായം പെറ്റുകൂട്ടുന്നു എന്നടക്കമുള്ള വർഗീയത പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ വർഗീയതയുടെ 2 മുഖങ്ങളെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പൊക്കിപ്പിടിച്ചിരിക്കുന്നത്. ഒന്ന്, ഇരുത്തി ചിന്തിച്ചാൽ ഇത് കേരളത്തിന് ദോഷമാണ്. നമുക്ക് അൻവറിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരു ജില്ല, അത് മലപ്പുറം ജില്ല, അവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ജാതിയിൽപ്പെട്ടവർക്ക് ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ ഇല്ല. ഇത് വേറെ രാജ്യമാണ്. കേരളം ആ സമുദായത്തിൻ്റെ കയ്യിലേക്ക് പോകും, അവർ പെറ്റുകൂട്ടുകയാണെന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ കഴിയാത്ത, കേരളീയർക്ക് ഉൾക്കൊള്ളാൻ ചിന്തിക്കാൻ കഴിയാത്ത വർഗീയ വിദ്വേഷം. അത് കഴിഞ്ഞ് കോട്ടയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹം നടത്തിയ പ്രസ്താവന നമ്മളൊക്കെ കേട്ടതാണ്. എന്താണോ മലപ്പുറത്ത് പറഞ്ഞ അതിൻ്റെ ഡിറ്റോ മറ്റൊരു തരത്തിൽ. കോട്ടയം ജില്ലയിൽ എൻ്റെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു അധികാര സ്ഥാനവും ഇല്ല, ഒരു സ്ഥാപനമില്ല, എല്ലാ അധികാരവും ക്രൈസ്തവരുടെ കയ്യിലാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വരും, വെറുതെ ഇങ്ങനെ ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുകയാണ്, ഇവിടെ 4 MLA-മാർ ക്രൈസ്തവരല്ല, ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതാണ്. ഈ പറയുന്ന വർഗീയ വിഭജനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന കോട്ടയത്തുകാരനായ മന്ത്രി ശ്രീ വാസവൻ ക്രൈസ്തവനാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് എനിക്കറിയില്ല. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒറ്റ ഹൈന്ദവനും ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. ജയരാജ് MLA, അത് കഴിഞ്ഞാൽ നമ്മുടെ CPI-യുടെ ആശ, ഈ കോട്ടയം MLA, തിരുവഞ്ചൂർ, 9 എണ്ണത്തിൽ 4 എണ്ണം ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ഒന്നും ചിന്തിക്കാതെ ഒരു നിലനിൽപ്പില്ലാത്ത വാദഗതികൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഉയർത്തുന്നത്? അവിടെയാണ് വിഷയം. 10-35 വർഷമായിട്ട് SNDP-യുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. 35 വർഷം ആ സംവിധാനത്തെ നയിച്ച വ്യക്തി ഇപ്പോൾ പറയാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആരാ ഉത്തരവാദി? അദ്ദേഹം മലർന്ന് കടന്ന് തുപ്പുന്നതിന് സമല്ലേ? അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സംവിധാനം അദ്ദേഹത്തെ സമുദായത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സ്വയം പറയുകയാണ്. ആ പറച്ചിലിൻ്റെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവണം. ആ സമുദായത്തെ രക്ഷിക്കേണ്ട, ആ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട, ആ സമുദായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ പണം പോലും അടിച്ചു മാറ്റി. ആരടിച്ചു മാറ്റുന്നത്? ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് എന്താണ്? ആരാ കേസ് കൊടുത്തിരിക്കുന്നത്? ആ സമുദായത്തിൽ ഈ സംഘടനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇടവും വലവും നിന്ന ആളുകൾ തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യസ്ഥനായ വ്യക്തി
ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട എല്ലാ സാധ്യതകളെയും സ്വയം വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയതിൻ്റെ പരിണിത ഫലമാണ് ആ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ശ്രീ വെള്ളാപ്പള്ളിക്ക് തന്നെയാണ്. ഹൈക്കോടതിയിൽ ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ശക്തമായി എതിർത്തു. മലപ്പുറത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം അതിന് പ്രതികരിച്ചത് മലപ്പുറത്തെ ന്യൂനപക്ഷ സമുദായമല്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃത്യമായ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നാണ് പ്രതികരണം വന്നത്. ഈ പറഞ്ഞത് പിൻവലിക്കണത് രാഷ്ട്രീയമാണ്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താ? എന്തിനു വേണ്ടിയായിരുന്നു നിലമ്പൂരിൽ വന്ന് പറഞ്ഞത്? 6000 വോട്ടാണ് BDJS സ്ഥാനാർത്ഥി കിട്ടിയത്. സാധാരണ 12,000 വോട്ടിൽ കുറയാറില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച്. നിലമ്പൂരിൽ 6000ത്തിലേക്ക് കൂപ്പുകുത്തിയത് എങ്ങനെയാണ്? അതുതന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ല എന്ന ഉത്തമ ബോധ്യം, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വർഗീയ കാർഡുമായി ഇവർ മുന്നോട്ട് പോകുന്നത്.